പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളും ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരും ഒരേപോലെ എന്ന് പറയും. രണ്ട് സ്ഥലത്തും വിജയിക്കുമെന്ന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നാലോ ഒരുപാട് പേര് രണ്ട് മേഖലയിലും സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മേഖലയിലുള്ള കോമൺ ആയിട്ട് വിജയിച്ച ആളുകൾക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരു 3 ക്യാരക്ടറാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി നമുക്കറിയാൻ പറ്റും, ഈ ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് ഒരുപാട് പേര് ജിമ്മിലേക്ക് അങ്ങ് കൂടും. എന്താ സംഭവിക്കുക? ആ 2 ആഴ്ച 1 മാസം മാക്സിമം പോയ 2 മാസം കഴിഞ്ഞ് അത് ഇട്ടിട്ട് അവർ പോവുകയും ചെയ്യും, ഇല്ലേ? ബിസിനസ്സിലും ആദ്യത്തെ ആവേശത്തിന്റെ പുറത്ത് കുറെ കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യുന്നവരുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവസാനിപ്പിച്ച് പോവുകയും ചെയ്യും. പക്ഷെ രണ്ട് സ്ഥലത്തും വിജയിക്കണമെങ്കിൽ കൺസിസ്റ്റൻസി നിർബന്ധമാണ്. സ്ഥിരമായിട്ട് ജിമ്മിൽ പോയി സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്ത് സ്ഥിരമായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ആ മേഖലയിൽ സക്സസ്ഫുൾ ആവുള്ളൂ. ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് റെഗുലർ ആയിട്ട് ചെയ്തു വരുന്ന ആൾക്കാർ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. രണ്ടാമത്താണ്, എംബ്രേസ് ദ പ്രോസസ്. ഒരിക്കലും ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡ് ഒന്നുമല്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ സക്സസ് അങ്ങനെയല്ല. ആ യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി എപ്പോഴും പറ്റണം. ഇപ്പൊ ജിമ്മിന് പോകുന്ന ആൾക്കാർ കൃത്യമായിട്ട് ബോഡി ഇത്ര ബിൽഡ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ് പോവുക. ഗോൾ അതിനകത്തുണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. പക്ഷേ ആ പോകുന്ന പോക്കുണ്ടല്ലോ, അവർ എല്ലാ ദിവസവും അവർ ആ ബോഡി വളരുന്നതും അവർക്ക് ഉണ്ടാവണ ആ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ബിസിനസ്സിലായാലും ശരി ആ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ ഒരിക്കലും ആ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടില്ല, ആ ചെയ്യുന്ന പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, അഡാപ്റ്റ് ആൻഡ് ഇവോൾവ്. എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയരാവാൻ വേണ്ടി തയ്യാറായിരുന്നേ പറ്റൂ. സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയേ പറ്റൂ. എപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സാഹചര്യമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ബിസിനസ്സുകാരാണെങ്കിൽ ഇമ്മീഡിയറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാറ്റാൻ വേണ്ടി പറ്റണം. അതുപോലെ ഇവോൾവ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് വലിയ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുഴുവനായിട്ട് തയ്യാറായിരിക്കണം. നമുക്കറിയാൻ പറ്റും, പണ്ട് കമ്പ്യൂട്ടർ ഒന്നും അറിയാത്ത കുറെ വയസ്സായ ആൾക്കാർ വരെ ഇന്ന് ആക്ച്വലി ബിസിനസ്സുകാരനാണ്. അവരത് വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച് സ്വന്തമായിട്ട് ഏഡ് ചെയ്യുന്ന 60 വയസ്സിന് മുകളിലുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അവർ ഇവോൾവ് ചെയ്യാണ്, മാറ്റങ്ങൾ ലോങ് ടൈമിൽ തന്നെ കൊണ്ടുവരാണ് ചെയ്യുക. ഈ ഒരു ക്യാരക്ടറും നിർബന്ധമായിട്ടും നമ്മൾ കൊണ്ടുനടന്നേ പറ്റും. ഓക്കെ, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് കാല് വെക്കുകയാണ്. അവർക്ക് ഐഡിയ ഉണ്ട്, ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഇത് എങ്ങനെ വിജയിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സുകൾ ഒന്നും അറിയില്ല. അതേപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിജയിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ താഴെ നമ്പറിൽ നിന്ന് ബന്ധപ്പെടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.